അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ആതുര സേവന രംഗത്തും ധനവിനിമയ രംഗത്തും മലയാളികളുടെ ആത്മമിത്രം അഹല്യ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അഹല്യ ജീവിതരേഖയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നൂർ. ഇന്ന് ജീവിതരേഖയിൽ സാമ്പത്തികാസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജയിൽ ജിയോജിത് സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. ഗുഡ് മോർണിംഗ് രമേശ് ജി. ഇന്ന് മാർക്കറ്റ് 17,584.50 BSE നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 399.07 താഴോട്ട് വന്നിരിക്കുകയാണ്. 335. NSE ആവട്ടെ 5326.40 ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 102.90 താഴ്ന്നിരിക്കുന്നു. അതെ, 1.89%. മാർക്കറ്റ് ഇങ്ങനെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഇനി ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നുണ്ട്, അതുപോലെ ബഡ്ജറ്റ് വരുന്നുണ്ട്, ഇത്രയും സമയത്ത് കുറച്ച് ചാഞ്ചാട്ടം കണ്ടുകൊണ്ടിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു. അതേ സമയത്ത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും നമ്മൾ ഇതിനൊപ്പം കാണേണ്ടതാണ്. പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ മാസത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 15,000 കോടി രൂപയാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 2012 നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത്, ഇപ്പോൾ ഈ ഒരു മാസവും ഇത്രയും ദിവസങ്ങളെ ആയിട്ടുള്ളൂ, 25,000 കോടി രൂപ, $5 ബില്യൺ. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എമർജിംഗ് മാർക്കറ്റിൽ മുഴുവൻ തന്നെ, പ്രത്യേകിച്ചും ബ്രിക് കൺട്രീസിൽ എല്ലാം കൂടിയിട്ട് 19 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ 25% ഇന്ത്യയിലാണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ശുഭസൂചകമായിട്ടുള്ള ഒരു സംഭവം. അതേസമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, MCX IPO കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തു. യഥാർത്ഥത്തിൽ 54 ടൈംസാണ് ടോട്ടൽ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായത്. ഇത് റെക്കോർഡാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് 5.5 മില്യൺ ഓഹരികളാണ് ഓഫർ ചെയ്തത്. പക്ഷേ 297.1 മില്യൻ്റെ ഡിമാൻഡാണ്, സബ്സ്ക്രിപ്ഷനാണ് ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ 36,000 കോടി രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഈ ഒരു ഇതിൽ ഉണ്ടായി. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം ഇത്രയും വലിയ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ, സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് മിനിമം 6 ഷെയർ അപ്ലൈ ചെയ്യാവുന്ന ഇതിലാണ് ഉണ്ടായിരുന്നത്. അത് 24 ടൈംസേ ഓവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. മറ്റുള്ള മൊത്തത്തിൽ 54 ആണെങ്കിൽ ഇത് 24 ആയിട്ടുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ചെറിയ ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയാണ്. പക്ഷേ ചെറിയ ലോട്ടൊക്കെ അപ്ലൈ ചെയ്തവർക്ക് ലോട്ടിൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇത് സംഭവിച്ചിട്ടുള്ളത് മറ്റുള്ള പല ഫ്യൂച്ചറിൽ വരാൻ പ്രതീക്ഷിക്കുന്ന IPOയ്ക്കും ഒരു ആത്മധൈര്യം തരുന്നതായിരിക്കും. ONGC, നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, NBCC, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ഇതെല്ലാം IPO നടത്താൻ വേണ്ടിയിട്ട് ഭാഗികമായിട്ട് ഡിസിൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ഈ ഒരു ഉയർച്ച, ആത്മവിശ്വാസം തീർച്ചയായിട്ടും അതിവിദൂരമല്ലാത്ത സമയത്ത് ഈ കമ്പനികളെല്ലാം ഡിസിൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന സംഭവം മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത്, വേദാന്ത റിസോഴ്സസ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിയാണ്. സിസഗോവ, സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ്, ഇതെല്ലാം അവർ മെർജ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇത്തരം ഷെയർസൊക്കെ കയ്യിലുള്ളവർക്ക് ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഇൻവെസ്റ്റേഴ്സിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സെബി TVയും റേഡിയോ, അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദി, മറ്റുള്ള എല്ലാ പ്രാദേശിക ഭാഷകളിലും ഒരു ബോധവൽക്കരണ സംവിധാനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക്
ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ റൈറ്റ്സ് എന്താണ്, അതേ സമയത്ത് ഒരു ബ്രോക്കർ എന്നുള്ള നിലയ്ക്ക് ബ്രോക്കർക്കുള്ള റൈറ്റ്സ് എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതിൽ കൂടെ ചെയ്യുന്നത്. ഇന്ന് ഒരു പ്രധാന കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനു മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പല കമ്പനികളും വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആക്സിസ് ബാങ്ക് നമ്മൾ 957 റെക്കമെൻഡ് ചെയ്തത്. അത് 1147 19.9% ഈ 3 മാസത്തിലിടയ്ക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് പലതവണ നമ്മൾ സജസ്റ്റ് ചെയ്താണ്. 260 വില ഉള്ളപ്പോഴും മുതൽ സജസ്റ്റ് ചെയ്താണ്. ഇപ്പോൾ 296 ആയിരിക്കുന്നു. 13.8% ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. HDFC ബാങ്ക് 25.3% ഉയർച്ച ഉണ്ടായി. ഹിൻഡാൽകോ 22.9% ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ICICI ബാങ്ക് 25.3%, അതും അത്ര തന്നെ ഉയർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. മാരുതി 27.3% ഉയർച്ച ഉണ്ടാക്കി. മറ്റൊരു പ്രധാനമായിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 13% കൂടുതൽ ഉയർച്ച ഉണ്ടാക്കി. ടാറ്റ പവർ 19%, ടാറ്റ സ്റ്റീൽ 20% കൂടുതൽ. ടാറ്റ മോട്ടോഴ്സാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്, 52% കൂടുതൽ. എക്സ്വയർ 25.9%, IDFC 27%. ഇതിൽ കുറവ് യെസ് ബാങ്ക് 19%, എൻജിനീയേഴ്സ് ഇന്ത്യ 17%. ഇതിൽ കുറവ് ഒരു 20 കമ്പനിയോളം 10% വരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 10-ൽ താഴെ നേട്ടങ്ങളുണ്ടായ 6-7 കമ്പനികളുണ്ട്. 4 കമ്പനികൾ മാത്രമാണ്, 4-5 കമ്പനികൾ മാത്രമാണ് നെഗറ്റീവ് ആയിട്ടുള്ളത്. ആദിത്യ ബിർള, അതുമാതിരി ഭാരതി എയർടെൽ, ബയോകോൺ ഇന്ത്യ, ഡിവസ് ലാബ്, ഇങ്ങനെ 4 കമ്പനികൾ മാത്രമാണ് നെഗറ്റീവ് ഉണ്ടായിട്ടുള്ളത്. അതും വളരെ തുച്ഛമായിട്ടുള്ളത്. 9% കുറവാണ് നെഗറ്റീവ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം മാർക്കറ്റ് ഇത്രയും മോശപ്പെട്ടു എന്നും മാർക്കറ്റ് ഇങ്ങനെ ചാഞ്ചാട്ടമുണ്ട് എന്നും അതെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങളാണ് ഇത്. മാർക്കറ്റ് താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം വേണം. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കാറുള്ള ഒരു കാര്യം, ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ആദ്യം വേണ്ടത് ധൈര്യമാണ്, ആത്മവിശ്വാസം. ഭയം ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത് വേണ്ടത് ഒരു ഗ്രീഡ് ഉണ്ടാവാൻ പാടില്ല, അത്യാഗ്രഹം ഉണ്ടാവാൻ പാടില്ല. ഈ 2 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത് ക്ഷമ. ക്ഷമ ഇല്ലാതെ ഇതൊന്നും നടക്കുന്നില്ല. രണ്ടും ഒഴിവാക്കണമെങ്കിൽ ക്ഷമ ഉണ്ടായേ തീരും. കാത്തിരിക്കാനുള്ള ഒരു ആത്മധൈര്യവും മനസ്സും ഉണ്ടായേ തീരും. അതുകൊണ്ട് ക്ഷമ. ഈ 3 കാര്യങ്ങൾ നമ്മളിൽ എഴുതി വെക്കുകയാണെങ്കിൽ, നമ്മുടെ തലയിൽ രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ സമയത്തും പണം ഉണ്ടാക്കാനുള്ള അവസരമാണ്. ഇപ്പോഴും വൈകിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. എല്ലാവരും പറയുന്നത്, മൊത്തത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, ബഡ്ജറ്റിന് ശേഷം മാർക്കറ്റ് മെച്ചപ്പെടും, കൂടുതൽ മുകളിലേക്ക് പോകും എന്നാണ്. അതിനൊരു പ്രധാന കാരണം ടാക്സ് എക്സംഷൻ ഇപ്പോഴും 1,80,000 അത് 3 ലക്ഷം ആക്കാൻ സാധ്യതയുണ്ടെന്ന് എല്ലാ കോർണറുകളിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നു. അത് വരികയാണെങ്കിൽ കാര്യമായ മാറ്റം മാർക്കറ്റിനുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് പ്രധാന ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ ഗൾഫ് മേഖലയിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഈ ആത്മഹത്യാ നിരക്ക് വളരെയധികം കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അതെ. ഈ എനിക്ക് തോന്നുന്നു ഈ 1-2 മാസത്തിനുള്ളിലാണ് അത്രയധികം
ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ആഴ്ച തന്നെ 4 മലയാളികൾ ആത്മഹത്യ. അത് ഈ വടക്കൻ എമിറേറ്റുകളാണ് ഏറ്റവും കൂടുതൽ റാസൽ ഖൈമ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ടുണ്ടായിട്ടുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതില് ഇപ്പൊ നമുക്ക് ഇവിടെ വലിയൊരു പ്രസക്തിയുണ്ട് ഈ വിഷയത്തിന്. കാരണം ഇവിടെ ഇതെല്ലാം സാമ്പത്തികമായി ദുബായ് പോലീസ് പോലും ഇതിനെപ്പറ്റി അടുത്ത് ഇറക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞത് 75% സാമ്പത്തിക ക്ലേശങ്ങൾ മൂലമാണ് ഉണ്ടാവുന്ന ഡിപ്രഷനും അതിൽ അവസാനം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന ദുർവിധിയാണ് ഈ ആളുകൾക്കുണ്ടായിട്ടുള്ളത്. ഈ റിപ്പോർട്ടുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കടം വാങ്ങിയ ആളും കടം കൊടുത്ത ആളും മാത്രമേ ഇതിന്റെ ഇടപാടുകളെ കുറിച്ച് അറിയുന്നുള്ളൂ. അതാണ് അവിടെയാണ് നമ്മുടെ ഈ നമ്മൾ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ പ്രസക്തി. അതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 2003 40 ആത്മഹത്യയാണ് ഇവിടെ നടന്നത്. അത് 2004 ആവുമ്പോൾ 70ആയി. 5-ൽ 84, 2006-ൽ 109, 2007-ൽ 118. 2006-ലാണ് ഇപ്പോൾ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന പ്രവാസി ബന്ധു സാന്ത്വനം എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയത്. ഇതിൽ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പറെല്ലാം അനൗൺസ് ചെയ്തു, മീഡിയയിൽ കൂടെ എല്ലാം അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേ വിദഗ്ധരായിട്ടുള്ള ആളുകളെ സഹായം ലഭിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രവണത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവരത് ചെയ്യരുത്, അങ്ങനെയുള്ള മാനസിക സംഘർഷം ഉണ്ടാകുന്ന ആളുകൾ നമ്മളെ ബന്ധപ്പെടുക എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ആവശ്യപ്പെട്ട ആളുകളെ നോക്കിക്കഴിഞ്ഞപ്പോൾ ബഹുഭൂരിപക്ഷവും സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ആളുകൾ തന്നെയാണ് അധികം. എന്നെ ബന്ധപ്പെട്ടവരും ബഹുഭൂരിപക്ഷവും വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ. അവർക്ക് സഹായം ചെയ്യാൻ ധാരാളം സന്നദ്ധരായിട്ടുള്ള പ്രൊഫഷണൽസ് ഇവിടെ ഉണ്ട്, സംഘടനകളും പ്രൊഫഷണൽസും ഉണ്ട്. ആ പ്രൊഫഷണൽസ് അവർക്ക് വേണ്ട സഹായം കൊടുത്തിരുന്നു. ഇതിനും പുറമെ ഇപ്പോൾ 2007 കഴിഞ്ഞ വർഷം ഇന്ത്യൻ കൗൺസിലേറ്റിൽ 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള സഹായം അവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് കേൾക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാനുള്ളത്, ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നമ്മൾ എന്ത് വേദന ഉണ്ടെങ്കിലും ആ വേദന നമ്മളുടെ മനസ്സിൽ മാത്രം ഒതുക്കാതെ ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇതിൻ്റെ മറ്റുള്ള വശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ നമ്പർ 05064678001. ഈ നമ്പർ എപ്പോഴും ബിസിയുള്ള നമ്പറാണ്, ഞാൻ സമ്മതിക്കുന്നു. ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, ഇത്തരം വിഷമിക്കുന്ന ആളുകൾ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവരായിട്ട് എത്ര സമയം വേണമെങ്കിലും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ദുരിതങ്ങൾ ഉൾക്കൊള്ളാനും കേൾക്കാനും അവർക്ക് നമ്മുടെ കഴിവിൻ്റെ ഒതുങ്ങിക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളും സാമ്പത്തിക സഹായം നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് UAE-യിലുള്ളത്. എന്നാൽ തന്നെ അവർക്കുള്ള ബാധ്യത എങ്ങനെ നമുക്ക് ലഘൂകരിക്കാം, അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഞാനത് പറയുന്നത്, ഇനിയും അങ്ങനെയുള്ള ആളുകൾക്ക് എന്നെ വിളിക്കാം, എനിക്ക് സന്തോഷമില്ല. നമ്മളും എപ്പോഴും പറയുന്നതാണ്, ഏഷ്യാനെറ്റ് റേഡിയോ ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ ആ രീതിയിൽ ശ്രോതാക്കളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്, പ്രത്യേകിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ റേഡിയോയിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സാന്ത്വനമേകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം, അത് ഇവിടെ ഞങ്ങളിൽ എത്തണം, അത് എത്തിയാലേ സാധിക്കുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം, ഇവിടെയുള്ള എല്ലാ സംഘടനകളും ഇതിനെ സംബന്ധിച്ച് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് സംഘടനകളൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഒരു ബോധവൽക്കരണം ആദ്യം സംഘടനകൾക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ സാമ്പത്തിക പ്രശ്നം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോയ ശേഷമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആത്മഹത്യ നിരക്ക് വല്ലാണ്ട് കൂടി. ഇപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ 2011 79, 2013 2010 113, 2009 121 ഉണ്ടായത്. അപ്പോൾ താഴോട്ട് വന്നിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം വരെ. പക്ഷെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഭീതിയുള്ള ഒരു സാഹചര്യമാണ്. കുറേ സംഭവങ്ങൾ കാണുമ്പോൾ വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താണ് പറഞ്ഞത്? പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇത് വരുന്നത്
നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം. തീർച്ചയായിട്ടും. കാരണം ഇതിലാദ്യം നമ്മൾ വേണ്ടത് നമ്മളുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക, നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് മാത്രം ജീവിക്കുക. നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതിനെ ഉണ്ടാക്കി ജീവിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കടമെടുക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഒരു വിശദമായിട്ട് നമുക്ക് പറയാം. ചെറിയൊരു ബ്രേക്കിന് ശേഷം പറയാം. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ഇത്തവണ മോളുടെ പിറന്നാൾ നമുക്ക് അടിച്ചു പൊളിക്കണം. നമുക്ക് എല്ലാവർക്കും പുതിയ ഡ്രസ്സ്, ഫുഡ് വെയർസ്, പിന്നെ പാർട്ടി നമുക്ക് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടൽ. എങ്ങനെയുണ്ട് എന്റെ പ്ലാനിങ്? നന്നായിട്ടുണ്ട്. സ്വപ്നം കാണാൻ കൊള്ളാം. സ്വപ്നമല്ലെന്നേ, യാഥാർത്ഥ്യം. ദോഹയിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിൽ ഹാഫ് വാല്യൂ ബാക്ക് ഓഫർ തുടങ്ങിയിരിക്കുകയല്ലേ. 200 റിയാലിന് റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ടെക്സ്റ്റൈൽ, ഫുഡ്വെയർ തുടങ്ങിയവ പർച്ചേസ് ചെയ്യുമ്പോൾ 100 റിയാലിന്റെ ഷോപ്പിംഗ് വൗച്ചർ തിരികെ ലഭിക്കുന്നു. മാത്രമല്ല, ഓരോ 50 റിയാൽ പർച്ചേസിന് ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ 4 ലക്ഷം റിയാലിന്റെ ക്യാഷ് പ്രൈസ് അല്ലേ സഫാരി നൽകുന്നത്. എല്ലാ മാസവും നറുക്കെടുപ്പ്. ഈ ഓഫർ സഫാരിയുടെ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യമാണെന്നേ. ആദ്യത്തെ നറുക്കെടുപ്പേ മാർച്ച് 4-ാം തീയതിയാ. ഇപ്പൊ മനസ്സിലായോ ഇത് സ്വപ്നമല്ലെന്ന്? സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ. രമേശേ, നീ എന്താ വല്ലാതിരിക്കുന്നേ? തോമസേ, ഞാനിന്ന് ഡോക്ടറെ കണ്ടു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഷുഗറും കൊളസ്ട്രോളും ഫാറ്റി ലിവറും ഒന്നും കൺട്രോൾ ആയിട്ടില്ല. മരുന്ന് കഴിച്ചാണെ മടുത്തു. നീ അറിഞ്ഞില്ലേ, അബുദാബി അപ്പോളോ മെഡിക്കൽ സെന്ററിൽ ഡോക്ടർ സന്ദീപ് ടി കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ മെഡിസിനിലും ഡയബറ്റീസിലും MD-യും MRCP-യും ഉള്ള ഡോക്ടർ സന്ദീപിന്റെ സേവനം എല്ലാ ദിവസവും അപ്പോളോയിൽ ലഭ്യമാണ്. അപ്പോളോ മെഡിക്കൽ സെന്റർ ആതുര സേവനത്തിന് അബുദാബിയിൽ പുതിയൊരധ്യായം. ഹംദാൻ സ്ട്രീറ്റ്, BHS ബിൽഡിംഗ്, നിയർ ADCB ബാങ്ക്, അബുദാബി. ഫോൺ 026397733. മാർച്ച് 2-ന് അബുദാബി നാഷണൽ തിയേറ്ററിൽ ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് ഒരുക്കുന്ന മൈലാഞ്ചി മെഗാ ഫിനാലെയുടെ ടിക്കറ്റുകൾ അബുദാബി അൽവാദ മാൾ, ഖാലിദിയ മാൾ, എമിറേറ്റ്സ് ജനറൽ മാർക്കറ്റ് ഹംദാൻ, മസ്യാദ് മാൾ മുസഫ, ഐക്കാഡ് മുസഫ എന്നിവിടങ്ങളിലെ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകളിൽ ലഭ്യമാണ്. ടിക്കറ്റ് നിരക്ക് ദിർഹംസ് 250, 150, 100 and 50. കണ്ണട ഒഴിവാക്കുന്നതിനുള്ള തികച്ചും സുരക്ഷിതമായ അത്യാധുനിക ചികിത്സാ രീതിയായ ലാസിക് ട്രീറ്റ്മെന്റ് അഹല്യ കണ്ണാശുപത്രിയുടെ കേരളത്തിലെ വിവിധ ശാഖകളിൽ ലഭ്യമാണ്. ലാസിക് ട്രീറ്റ്മെന്റിന്റെ സാധ്യത അറിയുന്നതിനുള്ള പ്രാരംഭ ചെക്കപ്പായ ഓർബ് സ്കാൻ ഇപ്പോൾ അബുദാബി അഹല്യ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ലാസിക്കിനോടൊപ്പം തന്നെ തിമിരം, ഗ്ലൂക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയ നേത്രരോഗങ്ങൾക്കുള്ള അത്യാധുനിക ചികിത്സാ രീതിയും വളരെ കുറഞ്ഞ ചെലവിൽ അഹല്യ കണ്ണാശുപത്രിയുടെ കേരളത്തിലെ വിവിധ ശാഖകളിൽ ലഭ്യമാണ്. ഗൾഫ് മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 15% ഡിസ്കൗണ്ടും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 050-6925-811, 050-6925-811. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. അഹല്യ ജീവിതരേഖ തുടരുന്നു. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിൽ ജിയോജിത് സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ KV ഷംസുദ്ദീനാണ്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത വിഷയം ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഒരുപാട് ആത്മഹത്യയൊക്കെ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് അവർക്കും ഒരു പക്ഷേ ഒരു പ്രേരണ ആകുന്നുണ്ടോ എന്നൊരു കുറെ കേൾക്കുമ്പോൾ അത് ഒരു തരം ഒരു ഇങ്ങനെയൊക്കെ നടക്കുന്നു, എനിക്കും ഇതുപോലെ രക്ഷപ്പെട്ടൂടെ എന്നൊരു തോന്നലുണ്ടാവുകയാണ്. അത് ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ്. കഴിഞ്ഞ ആഴ്ച ഒരു 5-6 ദിവസം മുമ്പ് ഒരു സുഹൃത്ത് ദുബൈയിൽ ജോലി ചെയ്യുന്ന ഒരാൾ വിളിച്ചിരുന്നു. അദ്ദേഹം ഭാര്യയും ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി കടമെടുത്തു. ആ കടമെടുത്തത് അദ്ദേഹത്തിന് തീരെ അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. ബാങ്കിൽ നിന്ന് കടമെടുത്തു, ശമ്പളം വരുന്ന ബാങ്കിൽ നിന്ന് കടമെടുത്തു. അദ്ദേഹത്തിൻ്റെ 4000 ദിർഹം ശമ്പളത്തിൽ നിന്ന് 3000 ദിർഹം കടം വീട്ടാൻ അങ്ങനെ പോകുന്നു. ബാക്കി ക്രെഡിറ്റ് കാർഡിലുള്ള കടമുണ്ട്, അതും വളരെ കൂടുതലാണ്. അത് നാട്ടിൽ വിൽക്കാവുന്ന വസ്തു വിറ്റ് അത് കൊണ്ടുവന്ന് അടച്ചു തീർത്തിട്ടും അതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പലിശ അടക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല. അല്ല, ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുന്നത് അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും അപകടമാണ്. അത് അടക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്. 4-5 ക്രെഡിറ്റ് കാർഡുണ്ട്.
മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശ്നം, ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് പ്രായമായിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ്. എന്നിട്ട് അവസാനം അദ്ദേഹം പലരും ചെയ്യുന്നത് പോലെ ചെയ്താലോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇതൊരു പ്രതിവിധിയല്ല, ഇതിലൊക്കെ പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ബാങ്കിനെ സമീപിച്ചിട്ട് അതിനും ചില വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സഹായം ഇന്ത്യൻ കോൺസുലേറ്റ് മുഖേന IIMന്റെ അലൂമിനി ഉണ്ട്, അവർ അത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് ബന്ധപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. ഇത്തരം കടം ഉണ്ടാകുമ്പോൾ 4-5 ബാങ്ക് എന്നുള്ളത് 1-2 ബാങ്കിലേക്ക് ചുരുക്കി കഴിഞ്ഞാൽ ആ ബാങ്കിനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ, ഇങ്ങനൊരു അവസ്ഥയാണ്, എനിക്ക് അടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, എനിക്ക് ഇത്രയൊക്കെ അടക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ബാങ്കുകളും ചില സാവകാശം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒളിച്ചോട്ടം കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, നമ്മൾ ആശ്രയിച്ച് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ എല്ലാവർക്കും തീരാ ദുഃഖം ഉണ്ടാക്കിയിട്ട് നമ്മൾ പോയിട്ട് എന്താണ് അതുകൊണ്ട് നമ്മൾ നേടുന്നത്? അല്ല, പലരും ഈ മറ്റുള്ളവരുടെ ദുഃഖം കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതിന് കുറേയൊക്കെ വ്യത്യാസം വരും. ഇനി പറയാൻ വരുന്ന ഇതിനെ പ്രതിവിധി തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. തീർച്ചയായിട്ടും. കാരണം ഇത് ഉണ്ടാവുന്നതിൻ്റെ കാരണത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഈ കടത്തിൽ ചെന്ന് പെടുത്തു പോകുന്നത്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ വ്യക്തിയെ കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നരുത്. അദ്ദേഹം വലിയ സ്ത്രീധനവും മറ്റും കൊടുത്തുകൊണ്ട് വിവാഹം കഴിക്കേണ്ട ഒരവസ്ഥ വന്നു. അതേ സമയത്ത് ആ വ്യക്തിയുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ വിധത്തിൽ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. വിവാഹം നടത്തുന്നതാവട്ടെ, വീട് വെക്കുന്നതാവട്ടെ, നമ്മുടെ മറ്റുള്ള ചെലവുകൾ ചെയ്യുന്നതാവട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ട, എൻ്റെ സാമ്പത്തിക ശേഷി ഇത്രയേ ഉള്ളൂ, അതിന് ഒതുങ്ങുന്നതായിരിക്കണം എന്നുള്ളൊരു തീരുമാനം നമ്മൾ ആദ്യം എടുക്കണം. അതില്ലാതെ അമിതമായിട്ട് ചെയ്യുമ്പോഴാണ് കടം എടുക്കാൻ നിർബന്ധിതരായി തീരുന്നത്. ജീവിതത്തിൽ ലാളിത്യം കൊണ്ടുവരാൻ പറ്റുന്നില്ല ആൾക്കാർ, അതാണ് പറ്റാത്തത്. അമിതവ്യയം പാടില്ല, പിശുക്കും പാടില്ല, മിതത്വം നമ്മൾ പാലിക്കുക. അത് നമ്മൾ ആദ്യം സ്വഭാവമാക്കി മാറ്റിയാൽ കടത്തിൻ്റെ ആവശ്യം വരില്ല. അമിതവ്യയം ചെയ്യുമ്പോഴാണ് കടമെടുക്കേണ്ടി വരുന്നത്. അമിതവ്യയം പാടില്ല എന്ന് എല്ലാ മതങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്നു. എന്നിട്ടും മനുഷ്യൻ അതാണ് ചെയ്യുന്നത്. അതിന് രണ്ടാമത് പറയുന്നത് സാമ്പത്തിക ചൂഷണം പാടില്ല. പലിശ സാമ്പത്തിക ചൂഷണമാണ്. അമിതവ്യയം ചെയ്യുകയും കടമെടുക്കാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്യുന്ന ആളുകളില്ലെങ്കിൽ ചൂഷണം ഉണ്ടാവില്ല, പലിശ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ സാമ്പത്തികമായ ദുരിതങ്ങളുടെയും മാതാവാണ് അമിതവ്യയം. അതിനോടൊപ്പം ആളുകൾ അത്യാർത്തിയുള്ളവരായി തീരുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് കടത്തിൽ വീഴാതിരിക്കാൻ വേണ്ട. അല്ല, അതിന് ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ട കാര്യം ഒരു ആസൂത്രണം. നമ്മളുടെ സാമ്പത്തിക ശേഷി എത്രയാണോ അതിൽ ഒതുങ്ങി ജീവിക്കാനുള്ള ബഡ്ജറ്റോടുകൂടി ജീവിക്കുക. അതിൽ കൂടുതൽ ചെലവ് ചെയ്യില്ല എന്നുള്ള. അല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ഈ കടുത്ത സാമ്പത്തിക ക്ലേശത്തിൽപ്പെട്ട ആൾക്കാർ പോലും ഒന്ന് ആസൂത്രണം ചെയ്തു കഴിഞ്ഞാൽ ഈ കടമൊക്കെ എങ്ങനെ കുറേശ്ശെങ്കിലും എങ്ങനെ വീട്ടാം, ആ സമയത്ത് തന്നെ സ്വന്തം കാര്യങ്ങൾ എങ്ങനെ നടത്താം, ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ പലരും അങ്ങനെ ചെയ്യുന്നില്ല. രമേശ് ജി, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു മുസ്ലിം സുഹൃത്ത് എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാൻ കടത്തെ പറ്റി എല്ലാം പറഞ്ഞു, താങ്കൾ എൻ്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ എല്ലാ കർമ്മങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്, ഒരു ദുശീലങ്ങളും എന്നിലില്ല. ഞാൻ കടത്തിൽ മാത്രം പെട്ടിരിക്കുന്നു. പക്ഷെ കടത്തോടുകൂടി മരിച്ചാൽ എനിക്ക് സ്വർഗം ലഭിക്കില്ല. മറ്റുള്ളവരെ ബാധ്യത വെച്ചുകൊണ്ട് ഞാൻ മരിച്ചാൽ സ്വർഗം ലഭിക്കില്ല. അതുകൊണ്ട് എനിക്ക് ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് എന്നോട് പറഞ്ഞു. രമേശ്, ഇന്ന് ആ മനുഷ്യൻ്റെ കടം വീടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. ഒരു 4-5 വർഷം മുമ്പാണ് സംഭവിച്ചത്. എനിക്കത് അത്ഭുതമാണ്, അദ്ദേഹത്തിനും അത്ഭുതമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കും അത്ഭുതമാണ്, അദ്ദേഹത്തിനും അറിയുന്നില്ല അതെങ്ങനെ സാധിച്ചു എന്നുള്ളത്. കാരണം ബാങ്കുകൾ അദ്ദേഹത്തിനെ സഹായിച്ചു. പക്ഷെ അതിനൊരു ആസൂത്രണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അദ്ദേഹം എളുപ്പവഴി കണ്ടെത്താൻ ശ്രമിച്ചില്ല. അദ്ദേഹം ഒരു ആസൂത്രണത്തോട് കാര്യങ്ങൾ നടത്തിയപ്പോൾ അതിനെല്ലാം പരിഹാരം ഉണ്ടായി, സ്വഭാവത്തിൽ മാറ്റം വരുത്തി. അതെ, അതന്നെ ഒരുപാട് കാര്യങ്ങൾ
സ്വഭാവത്തിൽ കാര്യമായ മാറ്റം അദ്ദേഹം വരുത്തി. അങ്ങനെ ഇവിടെ സുഖമായിട്ട് കടമുള്ള ആളുകൾ സുഖമായിട്ട് പഴയ ലെവലിലേക്ക് എത്തിയിട്ടുള്ള സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ വ്യക്തിയും ശ്രമിക്കുക കടം വരാതിരിക്കാൻ. നിർബന്ധമായിട്ട് കടം എടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ നിന്ന് കടം കിട്ടുമെങ്കിൽ പലിശ ഇല്ലാതെ കടം എടുക്കുക. വീണ്ടും നിർബന്ധമായിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും അസുഖം ബാധിച്ചു, ഹോസ്പിറ്റലാണ്, വലിയൊരു ഓപ്പറേഷൻ വേണം, ചികിത്സയ്ക്ക് പണം വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയേ തീരൂ. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി വന്നെങ്കിൽ നമ്മൾ ചെയ്തേ തീരൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തീർച്ചയായിട്ടും ബാങ്കിൽ നിന്ന് എടുക്കുക. അവിടെ ഇൻട്രസ്റ്റ് കുറവാണ്. ഒരിക്കലും ക്രെഡിറ്റ് കാർഡിൽ നിന്നോ വ്യക്തിഗതമായോ ആയിട്ടുള്ള ബ്ലേഡുകളിൽ നിന്നോ എടുക്കാതിരിക്കുക. കാരണം ഈ ബ്ലേഡ് എന്ന് പറയുന്ന ആളുകൾ, ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എന്താ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു എന്നോട്. എന്നോട് ചോദിച്ചത് ഈ ആളുകൾ താങ്കളുടെ അടുത്ത് വന്നാൽ താങ്കൾ കടം കൊടുക്കുവോ? എന്നോട് ചോദിച്ചതാ. അയാൾ കഷ്ടപ്പെട്ട്, ഈ ആളുകൾ ഞങ്ങളുടെ അടുത്ത് കഷ്ടപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾ അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ വലിയൊരു സഹായമാണ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ റേഡിയോയിൽ പറയേണ്ടത്. ഞങ്ങൾ ഇവരെ ദ്രോഹിക്കുന്നു എന്നല്ല നിങ്ങൾ പറയേണ്ടത് എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഏതാനും വർഷം മുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീട് വേണ്ടത് ഇത് മനസ്സിൽ ഒതുക്കാതിരിക്കുക. അത് ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്യുക. ഇനി ഷെയർ ചെയ്യാൻ താങ്കളുടെ, നമ്മൾ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ബന്ധുക്കളോ മിത്രങ്ങളോ ആരും തയ്യാറില്ലെങ്കിൽ ഇവിടെ സംഘടനകളുണ്ട്. ഇന്ത്യൻ കൗൺസിലേറ്റിൽ അതിനുള്ള സംവിധാനമുണ്ട്. ധാരാളം സ്നേഹത്താഴ്വര പോലെയുള്ള സംഘടനകൾ. ഇത് പലപ്പോഴും ഞാൻ ഒരുപാട് സംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കാൻ പോകാറുണ്ട്. പലപ്പോഴും ഈ ഞാൻ അവിടെ പ്രധാനപ്പെട്ട് പറയുന്നൊരു കാര്യം, ഈ ആത്മഹത്യ ചെയ്ത ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഒരു കാര്യവും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യില്ല. ഇവരെല്ലാം ഗോപ്യമായിട്ട് വെക്കുന്നവരാണ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പരസ്പരം മനസ്സ് പങ്കുവെക്കണം. കാരണം എന്താണ്, തൊട്ടടുത്തിരിക്കുന്നവന്റെ മുഖത്ത് എന്തെങ്കിലും വിഷാദം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണതെന്ന് ചോദിച്ചറിയാൻ സന്മനസ്സ്. അപ്പോൾ ഈ ചില ആളുകൾ, ഇപ്പം ഈ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രമേശ് ജി. ചില ആളുകൾ അങ്ങനെ ഒരു ഉൾവലിഞ്ഞ സ്വഭാവമുള്ളവരായിരിക്കും. അവരുടെ പ്രശ്നങ്ങളൊന്നും പുറത്തു പറയാതെ അവരുടെ മുഖത്തിൽ അത് പ്രതിഫലിക്കും. അങ്ങനെ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ നമ്മളുടെ ഉത്തരവാദിത്വം, മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം ചോദിച്ചറിയുകയും അവരുടെ സ്നേഹത്തിൽ അന്വേഷിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ഇതിലൊക്കെ അത് ചെയ്തു തുടങ്ങിയാൽ, നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്തു തുടങ്ങിയാൽ അത് വലിയ മാനസിക നിർവൃതി കിട്ടുന്ന സംഭവമാണ്. അതിലൂടെ കിട്ടുന്ന ഒരു സംതൃപ്തി ഒരു മനുഷ്യനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഈ സമൂഹത്തിനെ മുഴുവൻ രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ്. അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ പൊട്ടിക്കരയും, വളരെ വേദനയോടുകൂടി സംസാരിക്കും, നമുക്കും വേദന തോന്നും. പക്ഷെ നമ്മളെ സംസാരം അവസാനിക്കുന്ന സമയത്ത് അവരുള്ള സന്തോഷം ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴും ഇത്തരം ആളുകളോട് സംസാരിക്കുമ്പോൾ പറയും, 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കണം, വിളിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കും എന്ന് പറയും. എനിക്ക് തിരിച്ചു വിളിക്കേണ്ടി വന്നിട്ടില്ല, അവരെന്നെ വിളിക്കും. അവർ വിളിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ ടോൺ തന്നെ വ്യത്യാസം വന്നിരിക്കും. നേരിട്ട് കാണുകയാണെങ്കിൽ അവരുടെ മുഖഭാവത്തിൽ വ്യത്യാസം വന്നിരിക്കും. ഇതൊക്കെ സംഘടനാ സാരഥികളും സംഘടനയിൽ കൂടെ ചെയ്യുന്നതിനൊപ്പം തന്നെ ഓരോ വ്യക്തിക്കും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലേബർ ക്യാമ്പിലാവട്ടെ, റൂമുകളിലാവട്ടെ ഒക്കെ നമ്മുടെ റൂംമേറ്റായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ മനുഷ്യത്വം അവിടെ ഉയർന്നു വരേണ്ടത് അപ്പോഴാണ്. അവരോട് നമ്മൾ പെരുമാറുക, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക. ആ ഒരു സാന്ത്വനം കൊണ്ട് വളരെയധികം മാനസികമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. അവർ കട്ടപ്പിടിച്ചിരിക്കുന്ന അവരുടെ വേദനയാണ് ഉരുകിപ്പോകുന്നത് നമ്മളുടെ ഇടപെടൽ കൊണ്ട്. അങ്ങനെ മനസ്സിൻ്റെ ആ ദുർഘടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കും. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇടപെടലാണ്. ഒരു പക്ഷേ അവർ മുന്നോട്ട് വന്നില്ല എന്ന് വരും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തിരിച്ചറിയുക, ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുക. അത് നമ്മളെ ബന്ധുവായാലും നമ്മളെ മിത്രമായാലും ഒരു പരിചയമില്ലാത്ത ആളായാലും ഒരു പ്രശ്നമല്ല. എന്താ താങ്കൾ വളരെ വിഷാദനായിരിക്കുന്നു എന്ന് ചോദിക്കാൻ ഒരു ചോദ്യം മതി. ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ആളിലത് കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചാൽ അതിന് എന്ത് പറ്റി സഹോദരൻ എന്ന് ചോദിക്കാനുള്ള ഒരു സന്മനസ് നമ്മൾ ഉണ്ടാക്കി തീർക്കണം.
അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അനുഭവിക്കുന്ന അതിദാരുണമായ അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. തീർച്ചയായിട്ടും. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള നാട് അർജന്റീന ആയിരുന്നു. ആ സ്ഥാനം കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അത് അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും. നമുക്ക് അത് ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ വളരെയധികം രക്ഷപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കും എന്നുള്ളത് വളരെ സ്ട്രെസ് ചെയ്ത് ഈ സന്ദർഭത്തിൽ പറയാം. ചിലപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒക്കെ ഒരു മരണത്തിൽ നിന്നൊരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. രമേശ് ജി, ചില അനുഭവങ്ങൾ നമുക്കിവിടെ പറയാൻ സമയമില്ല. വളരെ വളരെ ദയനീയമായ അവസ്ഥയിലുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ട്. എത്രയോ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. നമുക്കൊരു ബ്രേക്കിനൂടെ സമയമായിരിക്കണം, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ഹായ്, ഞാൻ ശ്വേത മേനൻ. ചെറുപ്പം തൊട്ട് എനിക്ക് മുല്ലപ്പൂവിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. മുടിയിൽ ചൂടാനും ഏറെ ഇഷ്ടം. പക്ഷേ ഈ ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ ലൊക്കേഷൻസ് ഇടയ്ക്കിടയ്ക്ക് മാറുമ്പോൾ അതൊന്നും പറ്റാറില്ല. എന്നാൽ ഇപ്പോഴാ സങ്കടം ഒക്കെ മാറി. കാരണം എന്താണല്ലേ? മരിയ ജാസ്മിൻ പെർഫ്യൂം. അതിന്റെ മനം കവരുന്ന സുഗന്ധം 12 മണിക്കൂറിൽ കൂടുതൽ നിലനിൽക്കുന്നു. യെസ്, സത്യം പറയട്ടെ, ഇപ്പൊ വിടരുന്ന മുല്ലപ്പൂവിന്റെ അതേ മണം. ഇപ്പൊ എന്റെ കോൺഫിഡൻസ് അതാണ്. മരിയാജ് ജാസ്മിൻ എന്റെ പ്രിയപ്പെട്ട പെർഫ്യൂം. സോ ഗോ ഫോർ ഇറ്റ്. Mariage Jasmine, premium natural jasmine fragrance from Mariage Floral Collections. ഈ ഉത്സവകാലത്തിന് നിറമേകാൻ 2012 മോഡൽ പുതുപുത്തൻ കാറുകളുടെ അതിഗംഭീര ശേഖരവുമായി അറോമ റെന്റ് കാർ 5ാം വയസ്സിലേക്ക്. ചുരുങ്ങിയ കാലയളവിൽ ഉപഭോക്താക്കളുടെ മനം കവർന്ന അറോമ റെന്റ് കാർ ഉടൻ ധൈര്യയിലും. ഫോർ ഓൺലൈൻ ബുക്കിംഗ് വിസിറ്റ് അവർ വെബ്സൈറ്റ് www.aromarentcar.com. വിജയവീഥിയിൽ നിങ്ങളോടൊപ്പം അരോമ റെന്റ് കാർ ദുബായ് അൽഖൂസ് 0435554333 0434666345. അറോമ റെന്റ് കാർ, ഡ്രൈവ് ടു സക്സസ്, എ ഡിവിഷൻ ഓഫ് അറോമ ഗ്രൂപ്പ്. ഒരു വ്യാഴവട്ടക്കാലമായി അബുദാബിയിൽ പ്രവർത്തിക്കുന്ന സ്പീഡ് കമ്പ്യൂട്ടറിന്റെ 2ാമത്തെ ബ്രാഞ്ച് മുസഫ സനയയിൽ KM ഹൈപ്പർ മാർക്കറ്റിന് സമീപം ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. കമ്പ്യൂട്ടർ, സെക്യൂരിറ്റി സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, സോഫ്റ്റ്വെയർ ആൻഡ് വെബ് സൊല്യൂഷന് ബന്ധപ്പെടുക. സ്പീഡ് കമ്പ്യൂട്ടർ സർവീസസ് LLC, അബുദാബി നമ്പർ 0267822266, മുസഫ നമ്പർ 02550899. വെബ്സൈറ്റ് speeduae.com. സ്പീഡ് കമ്പ്യൂട്ടറിന്റെ 2ാമത്തെ ബ്രാഞ്ച് മുസഫയിൽ KM ഹൈപ്പർ മാർക്കറ്റിന് സമീപം ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ടെലിഫോൺ 0255089999. മാർച്ച് 2 അബുദാബി നാഷണൽ തിയേറ്ററിൽ ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് ഒരുക്കുന്ന മൈലാഞ്ചി മെഗാ ഫിനാലെയുടെ ടിക്കറ്റുകൾ അബുദാബി അൽവാദ മാൾ, ഖാലിദിയ മാൾ, എമിറേറ്റ്സ് ജനറൽ മാർക്കറ്റ് ഹംദാൻ, മസ്യാദ് മാൾ മുസഫ, ഐക്കാഡ് മുസഫ എന്നിവിടങ്ങളിലെ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ചുകളിൽ ലഭ്യമാണ്. ടിക്കറ്റ് നിരക്ക് ദിർഹംസ് 250, 150, 100 and 50. കണ്ണട ഒഴിവാക്കുന്നതിനുള്ള തികച്ചും സുരക്ഷിതമായ അത്യാധുനിക ചികിത്സാ രീതിയായ ലാസിക് ട്രീറ്റ്മെന്റ് അഹല്യ കണ്ണാശുപത്രിയുടെ കേരളത്തിലെ വിവിധ ശാഖകളിൽ ലഭ്യമാണ്. ലാസിക് ട്രീറ്റ്മെന്റിന്റെ സാധ്യത അറിയുന്നതിനുള്ള പ്രാരംഭ ചെക്കപ്പായ ഓർബ് സ്കാൻ ഇപ്പോൾ അബുദാബി അഹല്യ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ലാസിക്കിനോടൊപ്പം തന്നെ തിമിരം, ഗ്ലൂക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയ നേത്രരോഗങ്ങൾക്കുള്ള അത്യാധുനിക ചികിത്സാ രീതിയും വളരെ കുറഞ്ഞ ചെലവിൽ അഹല്യ കണ്ണാശുപത്രിയുടെ കേരളത്തിലെ വിവിധ ശാഖകളിൽ ലഭ്യമാണ്. ഗൾഫ് മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 15% ഡിസ്കൗണ്ടും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 050-6925-811 050-6925-811. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അഹല്യ ഗ്രൂപ്പ്, അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്. ജീവിതരേഖ തുടരുകയാണ്. പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പോലും എന്തായാലും എനിക്ക് സമയം കൂടുതലില്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ നമ്പർ ഞാൻ തന്നെ പറയുകയാണ്. 050-64-67-801. പ്രത്യേകിച്ചും ഇങ്ങനെ മാനസിക സംഘർഷമുള്ള ആളുകൾ എനിക്ക് SMS ചെയ്യുക. ആ SMS ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കും. ടെലിഫോൺ ചെയ്താൽ ടെലിഫോൺ ബിസി ആയിരിക്കും, നിങ്ങൾക്ക് വിഷമം തോന്നും.
ഇയാൾ എടുത്തില്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോവും. ഒരു SMS അയക്കൂ, ഞാൻ വിളിച്ച് നിങ്ങളായിട്ട് സംസാരിക്കുക, എന്നാൽ കഴിയുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ഞാൻ ചെയ്യും. ഇവിടെ എത്രയോ സംഘടനകൾ വേറെയുണ്ട്, അവരായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇവിടെ ധാരാളം പ്രാദേശിക സംഘടനകൾ മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പ്രദേശത്തുകാരുടെ സംഘടന ഇവിടെ ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. ഇല്ലെങ്കിൽ അതുണ്ടെങ്കിൽ അതിൽ മെമ്പറായി ചേരാനും ശ്രമിക്കുക. തീർച്ചയായിട്ടും ആ സംഘടനകളൊക്കെ മഹത്തായ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. അത് നമ്മൾ വിസ്മരിക്കരുത്. ചിലരുണ്ടായിരിക്കാം വെറും പേരിന് വേണ്ടിയിട്ട്, കള്ളനാണയങ്ങൾ എല്ലായിലും ഉണ്ടാവും. പക്ഷേ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യോപകാരപ്രദമായ പ്രവർത്തിക്കുന്ന ഒത്തിരി സംഘടനകളുണ്ട്. അവരൊന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഇവിടെ ഉണ്ട്. അതെ, പ്രാദേശിക. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒരു വ്യക്തി, ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞ, അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. ആ കൊല്ലം സ്വദേശികളുടെ സംഘടന ഉണ്ട്, ആ സംഘടനയിലൊന്ന് ബന്ധപ്പെടൂ. ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ ഒരുപാട് ആൾക്കാർ അതുപോലെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴക്കാരായിട്ടുള്ള ആൾക്കാർ ആലപ്പുഴ സംഘടനകളൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് പല സംഘടനകൾ, കായംകുളം, അങ്ങനെ കണ്ണൂർ, കാസർഗോഡൊക്കെ. അതെ രമേശ്, എനിക്കുള്ള അനുഭവം ഇന്ന് വരെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ട് അവർക്ക് സഹായം ലഭിക്കാതിരുന്നിട്ടില്ല. അതാണ് എൻ്റെ അനുഭവം. ശരിയാണ്. അതുപോലെ ICWC ഇന്ത്യൻ കൗൺസിലേറ്റിലുള്ള സംവിധാനമുണ്ട്, അവിടെ സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിൽ ഒതുക്കാതിരിക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത കൂട്ടുകാരും ഷെയർ ചെയ്യാനില്ലെങ്കിൽ ദയവേത് റേഡിയോയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതെ അതെ, നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ KV ഷംസുദ്ദീൻ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ഒരു മെസ്സേജ് അയക്കാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള കുറേ ദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ആശ്വാസം കിട്ടും. അപ്പോൾ നമുക്ക് ഒരു കോള് മാത്രം അറ്റൻഡ് ചെയ്യാം. നമുക്ക് മറ്റു കോൾസ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് ഒറ്റ കോള്. ഹലോ, നമസ്കാരം, ജീവിതരക്ഷയാണ്. ആരാണ്? ഡോക്ടർ അല്ലല്ലോ, ഇന്ന് ശ്രീ KV ഷംസുദ്ദീൻ അല്ലേ? എന്താണ്, അവർക്കാണോ ഫോൺ കൊടുക്കുക? എന്താണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ, കേട്ടോണ്ടിരിക്കല്ലേ. ഇതാരാ സംസാരിക്കുന്നത്? കട്ടായി അദ്ദേഹത്തിന്റെ ലൈൻ. ഹലോ ഹലോ സാർ. ഹലോ, ഞാൻ സൗദിയിൽ നിന്ന് വിളിക്കുകയാണ്. ആരാണ്? എന്റെ പേര് മന്മഥൻ. മന്മഥൻ, എന്താണ് മന്മഥൻ? സാറേ, ഈ ജിയോജിത്തില് നമ്മൾ അക്കൗണ്ട് ചേർന്നാലേ ഷെയറുകൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ? ജിയോജിത്ത് എന്നല്ല, എവിടെ ആയാലും 2-3 കാര്യങ്ങൾ വേണം. ട്രേഡിംഗ് അക്കൗണ്ട് വേണം, ഡെപ്പോസിറ്ററി അക്കൗണ്ട് വേണം, അവർ പറയുന്ന ബാങ്കിൽ NRE അക്കൗണ്ട് വേണം, PIS അക്കൗണ്ട് വേണം. ഈ 4 സംവിധാനങ്ങളും പാൻ കാർഡ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഓഹരി വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതെ, പാൻ കാർഡ് ഉണ്ട്. പിന്നെ ഞാൻ ഷെയർ വാങ്ങിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ആദ്യം അവരുടെ അക്കൗണ്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നിട്ട് പൈസ PIS അക്കൗണ്ടിലേക്ക് അയക്കണം, എന്നാൽ മാത്രമേ വാങ്ങിക്കാൻ സാധിക്കൂ. ഒരു കാര്യം കൂടെ, ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റാവുന്ന നല്ല ഷെയറുകൾ, അത് ഞാൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഈ സംവിധാനങ്ങൾ ഒരിക്കൽ ഇന്ന് പറയുന്നത് നാളത്തേക്ക് ബാധകമല്ല. അപ്പോൾ നിങ്ങൾ ആരായിട്ടാണോ ഡീൽ ചെയ്യുന്നത് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഏതാണ് ആ സമയത്ത്, ആ നിമിഷത്തിൽ വാങ്ങിക്കാൻ നല്ലതെന്നുള്ളത്. ഓക്കെ, ശരി. പ്രിയ ശ്രോതാക്കളെ, നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏഷ്യനെറ്റ് റേഡിയോയുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ശ്രീ KV ഷംസുദ്ദീനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ 05064678001. നേരത്തെ പറഞ്ഞ അതേ നമ്പർ തന്നെയാണ്. അല്ലെങ്കിൽ 050145558 145558. അദ്ദേഹത്തിന്റെ ഇമെയിൽ വിലാസം kvshams@gmail.com. എന്നതുപോലെ തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് സുദീർഘമായി എഴുതി എനിക്ക് അയക്കുക. KV ഷംസുദ്ദീൻ, പോസ്റ്റ് ബോക്സ് 940 ഷാർജ. KV ഷംസുദ്ദീൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 940 ഷാർജ. നിങ്ങളുടെ ടെലിഫോൺ നമ്പർ എഴുതാൻ മറന്നു പോകരുത് കത്തെഴുതുമ്പോൾ. അത് തീർച്ചയായിട്ടും ടെലിഫോൺ നമ്പർ എഴുതുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ബന്ധപ്പെടും, നിങ്ങളുമായിട്ട് സംസാരിക്കും. കഴിയുമെങ്കിൽ നേരിട്ട് കാണാനും വേണ്ടി ശ്രമിക്കും. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. അഹല്യ ജീവിതരേഖ നിങ്ങൾക്ക് സമർപ്പിച്ചത് അഹല്യ ഹോസ്പിറ്റൽ, അഹല്യ മെഡിക്കൽ സെന്റേഴ്സ് ആൻഡ് അഹല്യ എക്സ്ചേഞ്ച്.